ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു. ആ 1 മണിക്കൂറിലെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും എന്താണ് അവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ആ ഫംഗ്ഷൻ മുന്നോട്ട് പോയിരുന്നത് എന്ന്. ഈ ബാലാവകാശ കമ്മീഷനോ ആരെങ്കിലും ബന്ധപ്പെട്ടോ? എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതില് താങ്കളുടെ നടപടി കുറ്റകരവും അനുചിതവുമായ നടപടി എന്നാണ് ബിന്ദു കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അത് അല്ല, റിപ്പോർട്ട് അവതരിപ്പിച്ച്, അതാണ് ഞാൻ പറഞ്ഞ അവര് കേസെടുത്തോട്ടെ, അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിന്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ളത് തന്നെയല്ലേ? മന്ത്രിമാര് ഇപ്പൊ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ സ്കൂളുകളിൽ അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കും? ഈ സ്കൂളുകളിൽ പറയുമ്പോൾ അതൊരു ക്ലാസ് മുറിക്കകത്ത് 4 ചുവരിന്റെ അകമാണ്, കുട്ടികൾ മാത്രമുള്ള ഒരു സ്പേസ് ആണ്, അവർ പഠിച്ചു വരുന്ന ഒരു സ്പേസ് ആണ്. അവിടെ തിരുത്തപ്പെടൽ സ്വാഭാവികമാണ്. പക്ഷേ പല കുട്ടികളുടെയും രക്ഷിതാക്കൾ അടക്കമുള്ള ഒരു സ്ഥലത്ത് അത് പ്രദർശിപ്പിക്കപ്പെടുന്നു. അത് സമൂഹ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു അപമാനവും ഇല്ല എന്നല്ലേ ആ കുട്ടികൾ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞോ ഞങ്ങൾക്കത് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞോ? കാരണം കുട്ടികളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ആ കുട്ടികൾക്ക് ഒരിക്കലും അത് തോന്നില്ല.